ഹലോ നമസ്കാരം. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് ഒരു സീസൺ കൂടി കടന്നു പോകുന്നു. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. IPL തുടങ്ങുന്നതിന് മുമ്പ് പലരും എത്തില്ല എന്ന് പറഞ്ഞൊരു ടീമാണിത്. ഒരു 2 മാച്ച് മുമ്പ് വരെ എത്തില്ല എന്ന് ഭൂരിഭാഗം പേരും ഉറപ്പിച്ച് പറഞ്ഞ ഒരു പൊസിഷൻ അവിടം വരെ എത്തിക്കൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് കളി അവസാനിപ്പിക്കുന്നത്. അതെ, പക്ഷെ ഫൈനലിലേക്കുള്ള ഒരൊറ്റ മാച്ച് അകലെ അവർ വീണു പോയിരിക്കുന്നു. അവരുടെ ഈ വർഷത്തെ കിരീട മോഹം അവസാനിച്ചിരിക്കുന്നു. എന്തായാലും അടുത്ത വർഷം വീണ്ടും രാജസ്ഥാൻ റോയൽസ് അതിശക്തമായി തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിപ്പാണ്. എന്തായാലും ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് മടങ്ങുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ മികച്ച ബൗളിംഗ് യൂണിറ്റ് ആണ് രാജസ്ഥാൻ റോയൽസിൻ്റെത്. പക്ഷേ ബാറ്റിംഗ് നിരയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ഇപ്പോഴും വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു സീസണിന്റെ തുടക്കത്തിലൊക്കെ സഞ്ജു എന്ന ക്യാപ്റ്റനും അതുപോലെ തന്നെ ബാറ്ററിന്റെയും പവർ നമ്മൾ കണ്ടതാണ്. എന്തൊരു കിടിലൻ ഇന്നിങ്സ് ആയിരുന്നു സഞ്ജു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2-3-4 മത്സരങ്ങളിലായിട്ട് സഞ്ജു എന്ന ബാറ്റർക്ക് വലിയ തോതിൽ മികവ് കാട്ടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സഞ്ജുവിന്റെ കാര്യം ജസ്റ്റ് ഇവിടെ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്കറിയാം, സഞ്ജു സാംസൺ ഈ ഒരു സീസണിൽ അദ്ദേഹത്തിന്റെ IPL കരിയറിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോർ കണ്ടെത്തിയ ഒരു സീസൺ കൂടിയാണ്. അതേപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഈ ഒരു സീസണിൽ ഏറ്റവും ഉയർന്ന സ്കോർ കണ്ടെത്തുന്ന രണ്ടാമത്തെ താരവുമാണ് സഞ്ജു. ഒന്നാമത്തെ താരം നമുക്കറിയാം റിയാൻ പരാഗ് ആണ്. ഏതായാലും ഈ ഒരു മലയാളി നായകന്റെ കീഴിൽ മികച്ച രീതിയിൽ തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് ഈ ഒരു സീസണിൽ ഉടനീളം കളിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളത് ആ ഒരു കിരീടമാണല്ലോ. അത് ഇതാ കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്തായാലും ഇന്നലത്തെ മത്സരത്തിന് ശേഷം ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസ് ബൗൾ ചെയ്ത രീതിയിൽ തനിക്ക് ഏറെ അഭിമാനമുണ്ടെന്നാണ് തോൽവിക്ക് ശേഷം നായകൻ ആദ്യം തന്നെ പ്രതികരിക്കുന്നത്. വിക്കറ്റുകൾ 2 ഇന്നിംഗ്സിലും വ്യത്യസ്തമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയ സഞ്ജു സാംസൺ ഹൈദരാബാദിന്റെ ബൗളർമാരാണ് കളിയിൽ വൈത്തിരിവായതെന്നും പറയുന്നുണ്ട്. എന്തായാലും SRHന്റെ സ്പിന്നർമാരുടെ ഗംഭീര പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസിന്റെ തോൽവിക്ക് കാരണമെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അത് തന്നെ സഞ്ജു സാംസണും ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇതൊരു വലിയ മാച്ചാണ്. ആദ്യ ഇന്നിംഗ്സിൽ ഞങ്ങൾ പന്തെറിഞ്ഞ രീതിയിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. അവരുടെ സ്പിൻ ബൗളിങ്ങിനെതിരെ മധ്യ ഓവറുകളിൽ ഞങ്ങൾക്ക് ഓപ്ഷനുകൾ കുറവായിരുന്നു. അവിടെയാണ് ഞങ്ങൾ കളി തോറ്റത്. രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റുകൾ വ്യത്യസ്തമായിട്ട് പെരുമാറാനും തുടങ്ങി. പന്ത് ചെറുതായിട്ട് ടേൺ ചെയ്യാനും ആരംഭിച്ചിട്ടുണ്ട്. അവരത് കൃത്യമായി തന്നെ മുതലാക്കുകയും ചെയ്തു. അവർ ഞങ്ങളുടെ വലം കൈയ്യൻ ബാറ്റ്സ്മാൻമാർക്ക് എതിരെ മധ്യ ഓവറുകളിൽ സ്പിൻ എറിയുകയും ചെയ്തിട്ടുണ്ടെന്നും സഞ്ജു സാംസൺ പറയുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ഇന്നലെ കണ്ടതാണത്. സഞ്ജു പറഞ്ഞ കാര്യങ്ങളും വളരെ വ്യക്തമാണ്. കാരണം ഇന്നലെ ആ ഒരു രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റുകൾ വ്യത്യസ്തമായിട്ട് പെരുമാറാൻ തുടങ്ങിയൊരു കാഴ്ച നമ്മളും കണ്ടതാണ്. കമന്റേറ്റേഴ്സ് പോലും ആ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം SRHന്റെ സ്പിന്നർമാർക്ക് മുമ്പിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റ്സ്മാൻമാർ റൺസ് കണ്ടെത്താൻ വലിയ തോതിൽ പ്രയാസപ്പെട്ടിട്ടുണ്ടാവുക. എന്തായാലും ഷഹബാസ് അഹമ്മദും അഭിഷേക് ശർമ്മയുമായിരുന്നു സ്പിന്നിലൂടെ രാജസ്ഥാൻ റോയൽസിനെ തകർത്തിട്ടുണ്ടായിരുന്നത്. ഷഹബാസ് 4 ഓവറുകളിൽ 23 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ അഭിഷേക് ശർമ്മ 24 റൺസ് വാങ്ങിക്കൊണ്ട് 2 വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ജയ്സ്വാൾ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, അശ്വിൻ, ഷിംറോൺ ഹെറ്റ്മേർ എന്നിങ്ങനെയുള്ള വളരെ വിലപ്പെട്ട വിക്കറ്റുകളാണ് SRHന്റെ സ്പിന്നർമാർ ഇന്നലെ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നതും. അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു പരാജയത്തിന് ശേഷം സഞ്ജു സാംസൺ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 വർഷങ്ങളായി രാജസ്ഥാൻ റോയൽസ് വളരെ മികച്ച ചില മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതേപോലെ റിയാൻ പരാഗ്, ധ്രുവ് ജുറേൽ എന്നീ പ്രതിഭകളെ കണ്ടെത്താൻ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞു എന്നുകൂടി സഞ്ജു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസിന് മാത്രമല്ല ഇന്ത്യൻ ടീമിനും ഇവർ വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ടീമിലെ സീനിയർ പേസറായിട്ടുള്ള സന്ദീപ് ശർമ്മയെ വാഴ്ത്താനും സഞ്ജു മറന്നിട്ടില്ല. സന്ദീപ് ശർമ്മയുടെ കാര്യത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ലേലത്തിൽ തിരഞ്ഞെടുക്കപ്പെടാതെ പകരക്കാരനെ എത്തിയിട്ടുള്ള അവൻ മികച്ച രീതിയിൽ തന്നെയാണ് പന്തെറിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ ജസ്പ്രീത് ബുംറയ്ക്ക് പിന്നാലെ ഉണ്ടാകും സന്ദീപ് ശർമ്മ എന്നുകൂടി സഞ്ജു സാംസൺ എന്ന നായകൻ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സഞ്ജു മികച്ച രീതിയിലാണ് തന്റെ ടീമിനെ നയിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിരീടത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ സഞ്ജുവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അടുത്ത സീസണിൽ അത് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.